RSS ഭീഷണിയെ തുടർന്ന് കീഴടങ്ങി BJP-യിലെ വിമതർ. ശോഭാ സുരേന്ദ്രന്റെ അടുത്ത അനുയായിയെ ജില്ലാ അധ്യക്ഷനായി തീരുമാനിക്കാൻ ഒടുവിൽ തീരുമാനമുണ്ടായിരിക്കുന്നു. വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ്. സച്ചിൻ, ഇന്നലെ കലാപക്കൊടി ഉയർത്തിയ പ്രശാന്ത് ശിവന്റെ പേരിൽ കലാപക്കൊടി ഉയർത്തിയ BJP-യിലെ വിമത കൗൺസിലർമാർ ഇന്നിപ്പോൾ തീരുമാനം തിരുത്തുകയാണോ? RSSന്റെ ഇടപെടലാണോ അവരുടെ മനം മാറ്റത്തിന് കാരണം? മനു, സമവായ നീക്കം RSS നടത്തിയെങ്കിലും നിലവിൽ പ്രശാന്ത് ശിവന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ഈ ഇടഞ്ഞു നിൽക്കുന്ന കൗൺസിലർമാർ ആരും എത്തിയിട്ടില്ല. നിലവിൽ BJP-യുടെ സംസ്ഥാന ട്രഷററും പാലക്കാട് നഗരസഭ വൈസ് ചെയർമാനുമായ കൃഷ്ണദാസ്, അതുപോലെ തന്നെ പാലക്കാട് നഗരസഭ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ, മുതിർന്ന അംഗം N ശിവരാജൻ അടക്കമുള്ളവരാണ് ഈ ചടങ്ങ് ഇപ്പോൾ ബഹിഷ്കരിച്ചിരിക്കുന്നത്. നിലവിൽ ഇപ്പോഴും അവർ നേതൃത്വത്തോട് കലഹിച്ചു നിൽക്കുകയാണ് എന്ന് തന്നെ മനസ്സിലാക്കണം. RSS ഇടപെട്ടിട്ടും അവരുടെ നിലപാടിൽ മാറ്റമില്ല എന്നാണോ അതിന്റെ അർത്ഥം? തീർച്ചയായും. കാരണം അവർ RSS നേതൃത്വം ഇന്നലെ മുതൽ സമവായ നീക്കങ്ങളുമായി മുന്നോട്ട് പോയെങ്കിലും അവർ കൗൺസിലർ സ്ഥാനം രാജിവെക്കില്ല എന്ന സൂചന നേതൃത്വത്തിന് നൽകിയതായാണ് അറിയാൻ വേണ്ടി സാധിച്ചത്. എന്നാൽ പ്രശാന്ത് ശിവനെ ജില്ലാ അധ്യക്ഷനായി യാതൊരു വിധത്തിലും അംഗീകരിക്കുന്നില്ല എന്ന സൂചന തന്നെയാണ് അവരിപ്പോൾ പങ്കെടുക്കാത്തതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിലവിൽ വിമത ശബ്ദമുയർത്തിയ ആരും തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാനാരോഹണ ചടങ്ങിൽ പങ്കെടുക്കുന്നില്ല. മനു, ഒപ്പം തന്നെ ഞാനിപ്പോൾ നോക്കുമ്പോൾ പ്രശാന്ത് ശിവന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ടു. സമരത്തിൽ പങ്കെടുക്കുന്ന ഒരു പടം വച്ചിട്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായമെന്നാണ് പ്രശാന്ത് ശിവൻ ആ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. അതായത്, ഞാൻ യോഗ്യതയുള്ള ആൾ തന്നെയാണ്, BJP-യുടെ സമരമുഖങ്ങളിലൂടെ വളർന്നു വന്ന ആളാണ് താനെന്ന് ഈ വിമതരോട് പറയുകയാണ് ആ രീതിയിൽ പ്രശാന്ത് ശിവൻ. തീർച്ചയായും അത് തന്നെയാണ്. കാരണം RSS-ലൂടെയാണ് പ്രശാന്ത് ശിവൻ സംഘടനാ രംഗത്തേക്ക് എത്തിയത്. അതിനാൽ തന്നെ RSS-ന്റെ ഭീഷണിയെ തുടർന്നാണ് ഇപ്പോൾ നിലവിൽ മുതിർന്ന കൗൺസിലർമാരടക്കമുള്ളവർ ഈ നിലപാടിൽ നിന്ന് ഒരു മാറ്റം വരുത്തിയിരിക്കുന്നത്. എന്നാൽ പോലും അവരുടെ ഉള്ളിൽ നിലവിൽ അതൃപ്തിയുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം അത്തരത്തിൽ ഒരു സമവായ നീക്കം വിജയകരമാണെങ്കിൽ അവർ ഈ അങ്ങനെയാണെങ്കിൽ സച്ചിൻ, അങ്ങനെയാണെങ്കിൽ ഇവരിപ്പോൾ ഈ പരിപാടിയിൽ നിന്ന്, ചുമതലയേൽക്കുന്ന പരിപാടിയിൽ നിന്ന് വിട്ടുനിന്നാലും തൽക്കാലത്തേക്ക് പിന്തുണ പിൻവലിക്കാൻ സാധ്യതയില്ല എന്നാണോ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായും അങ്ങനെയുള്ള സൂചനകളാണ് ലഭിക്കുന്നത്. കാരണം അവരെ നമ്മൾ ബന്ധപ്പെട്ടെങ്കിലും ആരും ഒന്നും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.